സ്നേഹപൂർവ്വം റംസാൻ 2025 മാക്കൂൽ പീടികയുടെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണവും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വീൽ ചെയർ വിതരണവും ചെയ്തു. പരിപാടി കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. റംസാന്റെ ഭാഗമായി എല്ലാ വർഷവും VP ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള സ്നേഹപൂർവ്വം ഉസ്മാൻ 2025 മാക്കൂൽ പീടികയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് നൽകുന്ന ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വീൽ ചെയറും സ്റ്റേഷൻ മാസ്റ്റർ സജിലാലിന് നൽകിക്കൊണ്ട് കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും കൂടി ഈ മാസത്തിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് ഇവിടെ യാത്രക്കാർക്ക് അത്യാവശ്യമായി ഒരു അസുഖമായിട്ട് വരുന്ന ആളുകളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ, ട്രെയിനടുത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു വീൽ ചെയർ വേണം എന്നുള്ളത്. അപ്പോൾ ആ വീൽ ചെയർ കൂടി കൊടുക്കാൻ ഈ മാസത്തിൽ തയ്യാറായി എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഏറ്റവും കാരുണ്യമുള്ള, നന്മയുള്ള, സ്നേഹമുള്ള ഇത്തരം മനസ്സുകളാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം. അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രയാസം ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് ഏറെ സന്തോഷം തരുന്നതാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വത്സേട്ടൻ അതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ സ്റ്റേഷൻ അമൃത ഭാരത് പദ്ധതിയുടെ ഭാഗമായി മാറ്റി എന്നുള്ളത് വടകരക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വികസനം വരുന്നതോടൊപ്പം നമ്മൾ ഇത് ചെയ്യുന്നു, നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള. വത്സലൻ കുനിയിൽ അധ്യക്ഷനായി, മണലിൽ മോഹനൻ, രാകേഷ് RPF ഹെഡ് പോലീസ്, കെ സഫീർ, ഉസ്മാൻ VP എന്നിവർ സംസാരിച്ചു. യാത്ര ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് തുറക്കാനായി ഒരു കിറ്റ് നൽകുകയും ചെയ്യുന്ന പതിവ് കഴിഞ്ഞ 5-6 വർഷമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വീൽ ചെയറും കൂടി റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുകയാണ്. നമുക്കറിയാം, വടകര റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ പ്രവർത്തനങ്ങളുമായി അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ സ്റ്റേഷന് വേണ്ടുന്ന, യാത്രക്കാർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു വർഷം കഴിയുമ്പോൾ മറ്റൊരു സംഘടനയുടെ വഴിയും അത് കൂടുതൽ വേസ്റ്റാക്കേണ്ട നിലയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 3 വർഷത്തോളമായിട്ടുണ്ട്. 2 വർഷം ഇതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പ്രവാസിയായ സമയത്തെ തുടങ്ങിയതാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നോമ്പ് തുറക്കാൻ ആർക്കും കാശിലേക്കോ അല്ലെങ്കിൽ അതൊക്കെ മറ്റു സംവിധാനങ്ങളിലാക്കില്ല. നമ്മൾ യഥാർത്ഥം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോഴിക്കോട് രോഗിയെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ട്രെയിൻ മിസ്സായി അല്ലെങ്കിൽ ബസ് മിസ്സായി അവർക്ക് വാങ്ങുകൊടുത്ത സമയത്ത് യഥാർത്ഥം വീട്ടിലെത്താൻ സാധിക്കില്ല.